ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. ലേൺ ടു വിൻ മലയാളത്തിൻ്റെ ഹോം പേജിൽ മെയിൻ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഹെഡായിട്ട് പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിൻ്റെ ഓരോ സബ്ജക്റ്റും ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, മാത്സും ഹിന്ദിയും ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ നോക്കേണ്ടത് ആ സബ്ജക്റ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ഫാർ ഇസ് എ റിവറിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, നേച്ചേഴ്സ് ഡോട്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാതും ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോന്നിനും വേണ്ടി സെർച്ച് ചെയ്യേണ്ട. ഇംഗ്ലീഷാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അവിടെ ഇംഗ്ലീഷ് കാണാം. സയൻസ് ആണ് വേണ്ടതെങ്കിൽ സയൻസ് എടുക്കുക. സയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ സയൻസിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഓരോന്നിനും വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഓരോ സബ്ജക്റ്റിൻ്റെയും എല്ലാ വീഡിയോസും കാണാം. കുറേ കുട്ടികൾ എന്നോട് അതിൻ്റെ ലിങ്ക്സ് അയച്ചു തരാനൊക്കെ പറയുന്നുണ്ട്. അവർക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫ്രം ട്രേഡ് ടു പവറിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം, അത് പോയി കാണുക. ഓക്കെ, അതുപോലെ തന്നെ ലെസൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഫ്രം ട്രേഡ് ടു പവറിൻ്റെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലത്തുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഈ ലെസൻ്റെ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളുടെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ വരാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഒരുവിധം 80% ഭാഗങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വൺ വേർഡായിട്ട് നമുക്ക് ഏതൊക്കെ വരാം. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പെപ്പറാണ്, കുരുമുളകാണ്. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ബൈ ടർക്സ് ഉണ്ടായത് 1453 ആദ്യത്തെ പോർട്ടുഗീസ് സെയിലർ ആരായിരുന്നു ഇന്ത്യയിൽ കേരളത്തിലെത്തിയത്? അത് വാസ്കോഡ ഗാമയായിരുന്നു. അദ്ദേഹം ഇറങ്ങിയത് കാപ്പാടായിരുന്നു. ഓക്കെ, ഇനി ഫോർട്ട്സ്, പോർട്ടുഗീസുകാർ കൺസ്ട്രക്ട് ചെയ്ത ഫോർട്ട്സ് ഏതൊക്കെയായിരുന്നു? സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് കണ്ണൂരുള്ളതും കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരുള്ളതും. ഓക്കെ, ഔഷധ ഉപയോഗമുള്ള പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക് എഴുതിയത് ഏതായിരുന്നു? ഹോർട്ടസ് മലബാറിക്കസ് ആയിരുന്നു. അത് എഴുതിയത് വാൻ റീഡ് ആയിരുന്നു. അത് ഇട്ടി അച്യുതൻ വൈദ്യരുടെ ഹെൽപ്പോടു കൂടിയുമാണ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ ഏതായിരുന്നു? ഗുജറാത്തിലെ സൂറത്ത് എന്ന സ്ഥലത്തായിരുന്നു അവരുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ. വൈ വാസ്കോഡ ഗാമ ലെഫ്റ്റ് കണ്ണൂർ ഫ്രം കാലിക്കറ്റ്? എന്തുകൊണ്ടാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് വിട്ട് കണ്ണൂരിലേക്ക് പോയത്? ദ സാമറിൻ, ദ ദെൻ റൂളർ ഓഫ് കാലിക്കറ്റ്, ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ ഗാമ. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ. ഹി ഗാദർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർട്ടുഗൽ. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി മഹാരാജാവ് വാസ്കോഡ ഗാമയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊന്നും ചെയ്തു കൊടുത്തിരുന്നില്ല. കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പും അദ്ദേഹം വാഗ്ദാനം ചെയ്തില്ല. അതുകൊണ്ടാണ് വാസ്കോഡ ഗാമ കാലിക്കട്ട് വിട്ട് കണ്ണൂരിലേക്ക് പോയതും അവിടെ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് തിരിച്ച് പോർട്ടുഗലിലേക്ക് പോയതും. അദ്ദേഹം അത് വിറ്റ് 60% പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. ഷോർട്ട് നോട്ട് ഓൺ ഡച്ച് ഇൻ ഇന്ത്യ. ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ഹോർട്ടസ് മലബാറിക്കസ് ഒക്കെ വരുന്നത്. ഡച്ച് വർ അനദർ യൂറോപ്യൻ ഫോഴ്സ് ഹു റീച്ച്ഡ് ഇൻ ഇന്ത്യ ഫോളോയിങ് ദ പോർട്ടുഗീസ്. കൊച്ചി ആൻഡ് കൊല്ലം വർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച്. പോർട്ടുഗീസുകാർ കഴിഞ്ഞിട്ട് ഇന്ത്യയിലെത്തിയ വേറൊരു യൂറോപ്യൻസ് ആണ് ആര്? ഡച്ച് എന്ന് പറഞ്ഞാൽ. അവരുടെ കച്ചവട ആസ്ഥാനങ്ങൾ കൊച്ചിയും കൊല്ലവുമായിരുന്നു. ഇറ്റ് വാസ് വാൻ റീഡ്, എ ഡച്ച് ഗവർണർ, ഹു ഇനീഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർട്ടസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ഹി കംപ്ലീറ്റഡ് ദ ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. അക്കാലത്തെ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ഹോർട്ടസ് മലബാറിക്കസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാക്കി. ആ ബുക്ക് എന്തിനെ പറ്റിയായിരുന്നു? ആ ബുക്ക് നമ്മളുടെ നാട്ടിലുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ പറ്റിയായിരുന്നു. കേരളത്തിലെ സസ്യങ്ങളെ പറ്റിയായിരുന്നു ബുക്ക് ഉണ്ടാക്കിയത്. ആ ബുക്ക് ആരുടെ ഹെൽപ്പോടു കൂടിയാണ് എഴുതിയത്? ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് ആ പുസ്തകം വാൻ റീഡ് കംപ്ലീറ്റ് ചെയ്തത്. Dutch fought with Martanda Varma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Collegial in 1741. They lost their ground in India with this war. The Dutch were also called as Lentens. One more question ആയിട്ടൊക്കെ നിങ്ങൾക്ക് വരാം. ഡച്ചുകാരുടെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ലെന്തൻസ് എന്നായിരുന്നു.
ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായി കച്ചവടത്തിൻ്റെ പേരിൽ പല തർക്കങ്ങളും ഉണ്ടായി. അതിൻ്റെ ബേസിസിൽ അവിടെ യുദ്ധവും ഉണ്ടായി. ബാറ്റിൽ ഓഫ് കൊളച്ചിയിൽ 1741 നടന്നതോടുകൂടി ഡച്ചുകാർ പരാജയപ്പെട്ടു. അവർക്ക് ഇന്ത്യയിലുള്ള ആ വേരുകൾ നഷ്ടപ്പെടുകയും അവരിവിടുന്ന് പലായനം ചെയ്യുകയും ചെയ്തു. ഡച്ചുകാരുടെ വേറൊരു പേരാണ് ലെന്തൻസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ വരുന്ന കൊച്ചിയും കൊല്ലവുമാണ് ട്രേഡ് സെൻറ്റേഴ്സ്. വാൻ റീഡ് ഡച്ച് ഗവർണറായിരുന്നു. അദ്ദേഹമാണ് ഹോട്ടസ് മലബാറിക്കസ് കമ്പൈൽ ചെയ്തത്. അദ്ദേഹം ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ ട്രേഡിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടായി, കച്ചവടത്തിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടായി. അത് അവസാനം ബാറ്റിൽ ഓഫ് കൊളച്ചിയിൽ 1741 ഡച്ചുകാർ പരാജയപ്പെടുകയും അവർക്ക് ഈ നാട് വിട്ട് പോകേണ്ടി വരികയും ചെയ്തു. അവരെ ലെന്തൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താ? വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി ബംഗാളിലേക്ക് ആകർഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് ബംഗാളിൽ ആ കൺട്രോൾ കിട്ടിയത്? After gaining monopoly of trade, the English East India Company focused on the acquisition of power in India. The company rule in India had its inception in Bengal. ഇംഗ്ലീഷുകാർക്ക് ട്രേഡിൽ, കച്ചവടത്തിൽ മൊണോപ്പൊളി, കുത്തക അവകാശം, ഇംഗ്ലീഷുകാർക്ക് കച്ചവടത്തിലെ കുത്തക അവകാശം കിട്ടിയതോടുകൂടി പിന്നെ അവരുടെ കണ്ണ് എന്തിലായി? അവർക്ക് കൂടുതൽ പവർ വേണം, ഇന്ത്യ ഒട്ടാകെ ഒരു കൺട്രോൾ വേണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അത് തുടങ്ങിയത് എവിടെ നിന്നാണ്? അവർ ആ കൺട്രോൾ അല്ലെങ്കിൽ അക്വിസിഷൻ, കൈയടക്കൽ തുടങ്ങിയത് ബംഗാളിൽ നിന്നാണ്. ബംഗാളിലേക്ക് അവർക്ക് ആകർഷണം തോന്നിയത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയിലുള്ള സമൃദ്ധിയും, രണ്ടാമത്തത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രേഡ് ഫെസിലിറ്റീസ്, അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങളുമാണ് അവരെ ബംഗാളിലേക്ക് ആകർഷിച്ചത്. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757 അതോടുകൂടി അന്നത്തെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ അവർ തോൽപ്പിച്ചു. ദ എൻറ്റയർ ബംഗാൾ കെയിം അണ്ടർ ദ കമ്പനി റൂൾ വിത്ത് ഇറ്റ് സക്സസ് ഇൻ ദ ബാറ്റിൽ ഓഫ് ബക്സ ഇൻ 1764. ബംഗാൾ മുഴുവൻ ആ കമ്പനിയുടെ കയ്യിലായി. ഏതിനു ശേഷം? ബാറ്റിൽ ഓഫ് ബക്സ 1764 കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർ ബംഗാളിലേക്ക് ആകർഷിക്കപ്പെട്ടത്? രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിയും ട്രേഡ് ഫെസിലിറ്റീസിലുള്ള കൺവീനിയൻസും. പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന കൊല്ലം 1757 ബാറ്റിൽ ഓഫ് ബക്സാർ നടന്ന കൊല്ലം 1764. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ് ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസിൽ. പിന്നെ ആ മാപ്പും കൂടി ഒന്ന് നോക്കുക. Okay, thank you.